ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട്. കാര്യം ഈ കിരീടം എന്നുള്ള ചിത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതിൻ്റെ ഒരു വേദന വല്ലാതുണ്ട്. ഒന്നത്. രണ്ട്, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന പാരിലാലിൻ്റെ സഹോദരനാണ് മോഹൻലാൽ. ലാലിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്. ലാൽ അന്ന് എന്നെ വിശ്വസിച്ച്, ദിനേശിനെ വിശ്വസിച്ച് ഈ ഒരു പടം ചെയ്യാൻ തയ്യാറായപ്പോഴും ഞാൻ ആദ്യം സിബിയെ കാണുന്നു. സിബിയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പൂച്ചക്കുരു മൂക്കുത്തി പ്രിയദർശൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പൂച്ചക്കുരു മൂക്കുത്തിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. സിബി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ബന്ധത്തിലാണ് സിബിയും ഞാനുമായിട്ട് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അത് അന്ന് ലാല് ആ ഡേറ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവില്ല. പക്ഷെ ആ ചിത്രത്തിൻ്റെ കൂടെ അതിൻ്റെ ശക്തിയായിരുന്ന, അതിൻ്റെ ഓരോ വാക്കിലും അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്ന എൻ്റെ ലോഹി, എൻ്റെ പ്രിയപ്പെട്ട ലോഹി എൻ്റെ കൂടെ ഇപ്പം ഇല്ലാത്തതിലുള്ള വേദന എനിക്ക് വല്ലാതായിട്ട്. ലോഹി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പരിപൂർണമാക്കി ബൈൻഡ് ചെയ്ത് ലാലിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ നിൽക്കുന്ന പാർട്ണർ ഉൾപ്പെടെ ഈ സബ്ജക്റ്റിന്റെ ഫൈനലിൽ ലാല് തോറ്റുപോയാൽ പടം ഓടുമോ? വിജയകുമാറിന് പ്രശ്നം ഉണ്ടായിരുന്നു. വിജയകുമാറും ഞാനും സിബിയും ലോഹിയും ഒക്കെ ആയിരുന്നു സംസാരിച്ചു. അന്നും ലാല് ശക്തി തന്നു, നമുക്ക് ഈ ചിത്രം ചെയ്യാം. അന്ന് ഈ ചിത്രം ധൈര്യമായി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ലാല് കൂടെ നിന്നു. ആ ചിത്രം വൻ വിജയമായി തീർന്നു. അതിനുശേഷം ഒരു ദിവസം എറണാകുളത്ത് വെച്ച് ഞാനും സിബിയും നടക്കാൻ ഇറങ്ങിയപ്പോൾ രാത്രി നൈറ്റ് എഡിഷൻ പേപ്പർ വാങ്ങിക്കാനായിട്ട് പോയി. അന്ന് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ്. ലാലിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ഇതേപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിബിയും ഞാനും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് പത്രം വാങ്ങിച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ കിരീടത്തിന് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവേശ്വരന്റെ സാക്ഷിയെടുത്ത് പറയാണ്, ജീവിതത്തിൽ അത്രമാത്രം ഞാൻ സന്തോഷിച്ച ഒരു ദിവസമാണ്. എൻ്റെ അനിയന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. മാത്രമല്ല, എന്നെ അറിയപ്പെടുന്നത് കിരീടം എന്നാണ് ഒരു സിനിമയുടെ പേര്. അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ചിത്രത്തിന് എൻ്റെ കൂടെ പ്രവർത്തിച്ച സകല ആൾക്കാരെയും സ്മരിച്ചുകൊണ്ട്, എന്നെ വിട്ടുപോയവരുടെ മുന്നിൽ എൻ്റെ കണ്ണീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.